സ്കൂളിൽ മുൻ HM ആയിരുന്ന ഞങ്ങളുടെ ഒരു സാബിർ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ. അപ്പോൾ അവർ ഇന്നലെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവരുടെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് വാഹനത്തിൽ നിന്നും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, അവരുടെ ഉമ്മ ഒരു രോഗം കൊണ്ട് ഇപ്പോൾ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. അപ്പോൾ വരുന്ന സമയത്ത് കുട്ടികളെക്കുറിച്ച് അവർ റിട്ടയർ ആയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ അക്കാഡമിക് ഇയറാണത്. അപ്പോൾ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും അന്നും ഇടപെടും, ഇപ്പോഴും അന്വേഷിക്കും എന്തൊക്കെയാണ് മാഷേ കുട്ടികളുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്, പിന്നെ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ കണ്ടെത്താനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ടീച്ചർ എന്നും മുൻകൈ എടുക്കുന്നുണ്ട്. ഇപ്പോൾ റിട്ടയർ ആയതിൻ്റെ ശേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടപെടാറുണ്ട്. അപ്പോൾ ഇന്നലെ വരുന്ന സമയത്ത് ഞാൻ അതുപോലെ എൻ്റെ മോളുടെ 2-3 ഫ്രണ്ട്സ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഉപ്പ ഒരു 1.5 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് അദ്ദേഹം പാടെ കിടപ്പിലായിരുന്നു. ആ കിടപ്പിലായി പിന്നെ ഒക്കെ റിക്കവർ ചെയ്തിങ്ങനെ വന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് ഇവർ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഉമ്മയും അവിടെ എത്താറുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് ആ ഉമ്മയെക്കുറിച്ചാണ് പിന്നെ ടീച്ചർ ഞങ്ങളോട് പറയുന്നത്. ആ ഒരു സ്ത്രീയെ സമ്മതിക്കണം. അവരുടെ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നതിൻ്റെ പിന്നിൽ ഏറെ പ്രയത്നം അവരെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന ഒരുപാട് സമയം ദൈർഘ്യമേറിയ ഫിസിയോതെറാപ്പിയാണ് ചെയ്യാറുള്ളത് തോന്നുന്നു. അല്ല ടീച്ചർ പറഞ്ഞു വെച്ചാൽ അവർ ഇദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം അവിടുന്ന് വാരി കൊടുക്കും. കാരണം ആ സമയത്താണ്. അപ്പോൾ അതിനിടയിൽ ഭക്ഷണം വാരി കൊടുക്കും. എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ഒരു മൂലയിൽ പോയി ഒരു പൊതിയിൽ കൊണ്ടുവന്നിടണം, അത് വേഗം കഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ അവിടെ ഏതെങ്കിലും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളൊക്കെ വന്ന് അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അല്ലേ, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇതൊക്കെ സാധിക്കും എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ച് അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാലും ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത്രത്തോളം ക്ഷമ അല്ലെങ്കിൽ ഒരു പരിചരണ മനോഭാവം നമുക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇങ്ങനെ എത്രയോ സഹോദരിമാർ തങ്ങളുടെ കുടുംബത്തിനും ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വില ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും അത്തരക്കാരായ ആളുകളെ കണ്ടെത്താനും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും അതിലുപരി ഇനിയും ഇതുപോലുള്ള സേവനങ്ങളൊക്കെ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുക.